കർത്താവിൻ്റെ മാധുര്യമുള്ള നാമം ഈ വിശുദ്ധ ആരാധനയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നത് ആത്മാപ്രാവശ്യ ദൈവമക്കൾക്ക് മാത്രമാണ്. നിർമ്മലമായ വചനം ഉള്ളിൽ ഹൃദയം സ്വീകരിച്ച് ആ വചനത്തിന് അനുസരണമായ ആത്മബലങ്ങളെ പുറപ്പെടുവിപ്പാൻ വാഞ്ചയുള്ളവരിൽ ദൈവിക ബലം കർത്താവ് നിയമിച്ചാക്കുകയും ആ ബലത്താൽ പ്രതിബന്ധങ്ങളെ വിശ്വാസത്താൽ അതിജീവിച്ച് അപ്പുറക്കടക്കുവാൻ സ്വർഗസ്ഥ പിതാവ് നമുക്ക് കൃപ നൽകി സഹായിപ്പാനുമായിട്ടും ഇടയാകും. ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിർമ്മലമായ വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ അത്യുപകാരങ്ങൾക്കായി സ്തോത്രം. ആമേൻ. മുമ്പോട്ടുള്ള പ്രതികൂലങ്ങൾ സങ്കീർണമാകുമ്പോൾ ഇടറാതെ കുലുങ്ങാതെ കർത്താവ് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ അത്ഭുത വിവരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ പാതകളിലൂടെ യഥോചിതം അപ്പുറം കടപ്പാൻ സ്വർഗസ്ഥ പിതാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 18-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രക്തത്താഴ്ച നമ്മളെ വിളിച്ച വിളി വിശുദ്ധ വിളിയാണ്. ഒരു വിശുദ്ധ വിളിയാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കും. നമ്മളെ സ്വർഗീയന്മാരാകുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കും. സ്വർഗീയ അവകാശികളാക്കി ദൈവം നമ്മളെ വിളിച്ചിരിക്കും. ഈ വിളിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം. എപ്പോഴും നാം ബോധവാന്മാരായിരിക്കണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രാഥമിക ഉദ്ദേശം നാം കർത്താവിനെ പോലെയാകുവാനായിട്ടാണ്. രണ്ടാമത്തെ ഉദ്ദേശം അവൻ താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മൾ ചെല്ലും. അതുകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരാകും. സ്വർഗീയമായ നിത്യജീവൻ ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കും. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലെയാകുക എന്ന് പറഞ്ഞാൽ മലമേതിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൽ കീഴിലോ അല്ല വയ്ക്കുന്നത്, തണ്ടിന്മേലത്രേ. ആ പ്രകാശം എന്താണ്? ഞാൻ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൽ വെളിച്ചം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതമാണ് പ്രധാനം. യേശുവിൻ്റെ ജീവിതം. വെളിച്ചം എന്ന് പറയുമ്പോൾ തന്നെ അത് യേശുവിൻ്റെ ജീവിതമാണ്. ആ യേശുവിൻ്റെ ജീവിതത്തിൽ നാം നടക്കുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ ജീവിതം. അപ്പോൾ യേശുവിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഗ്രഹിച്ച് ആത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നാം ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴാണ് ദൈവപ്രസാദകരമായ നിലനിൽക്കുന്ന ഫലം നമുക്കെപ്പോഴും പുറപ്പെടുവിക്കുവാനും ഇടയാകുന്നത്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഞാൻ എൻ്റെ സഭയെ പണിഞ്ഞു എന്നല്ല, പണിയും. ഹല്ലേലൂയ. അതൊരു ഭാവികാല പ്രക്രിയയാണ്. പണിയും. സ്തോത്രം. അന്ന് മുതൽ ഇന്നയോളം ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പണിയാനുണ്ട്. പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണിയും. സത്യസഭ അത് സ്വർഗീയ സിയോനിലാണ്. സത്യസഭ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ്. കാരണം സത്യസഭ ആത്മാവിൽ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സഭയുടെ തലയായവൻ കർത്താവ് ആത്മാവാകുന്നത് കൊണ്ട്, തലയായ കർത്താവ് ആത്മാവായിരിക്കുന്നത് കൊണ്ട് ആ തലയായ കർത്താവിൻ്റെ ശരീരവും ആത്മാവിനാൽ ആണ്. അതുകൊണ്ട് ലൗകിക കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അതിനെ കാണുവാൻ കഴിയുന്നതല്ല. അത് അദൃശ്യമാണ്, അത് സ്വർഗീയമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്തതാണ്. ആ സഭ പണിയേണ്ടതിന് ക്രിസ്തു മൂലക്കല്ലായി. ആമേൻ. ക്രിസ്തു മൂലക്കല്ലായി പ്രവാചകന്മാരായാലും അപ്പോസ്തലന്മാരായാലും അടിസ്ഥാനമിട്ട് അവരിലൂടെ വെളിപ്പെടുന്ന കല്ലുകളെ ജീവനുള്ള കല്ലുകളാക്കി ചേർത്ത് പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യസഭ. ആ സഭ ഇന്നും പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സഭ പണി പൂർത്തീകരിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് തൻ്റെ മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന തൻ്റെ പുത്രനോട് കൽപ്പിക്കും, ചെല്ലുക, നിനക്കായി ഒരുക്കിയിരിക്കുന്ന മണവാട്ടിയെ സ്വീകരിപ്പാനായിട്ട് പുറപ്പെടുക. ഹല്ലേലൂയ. ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ, അമേൻ, കാത്തിരിക്കുന്ന പ്രത്യാശ പുരുഷൻ അങ്ങനെ വാനഭൂമിയിൽ വെളിപ്പെട്ട് വന്ന് നമ്മളെ ചേർക്കുമെന്നുള്ള പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പണിയുമായി ബന്ധപ്പെട്ട് മെയിൻ കോൺട്രാക്ടർ കർത്താവാണ്.
കർത്താവ് നമ്മളെല്ലാവരെയും സബ് കോൺട്രാക്ടറാക്കി ഓരോ പണി, കൊച്ചു കൊച്ചു പണി നമ്മളെല്ലാവരും ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമീൻ, സ്തോത്രം. ഒരു വർക്ക് ചെയ്യുമ്പോൾ മെയിൻ സർക്കാരിൻ്റെ കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ട് തൻ്റെ ലോക്കൽ കോൺട്രാക്ടർമാർക്ക് ഓരോ പങ്ക്, ഓരോ പാർട്ട് കൊടുക്കുന്നത് പോലെയുള്ള വർക്കാണ്. കർത്താവ് പണി ഏറ്റെടുത്തിരിക്കുകയാണ്. കർത്താവ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് അതിന് കീഴെയുള്ള കോൺട്രാക്ടർമാരെല്ലാം ആ പണി നടത്തിയിരിക്കണം. നമ്മളെല്ലാവരും ഓരോ കോൺട്രാക്ടർമാരാണ്. നമുക്ക് വ്യക്തിപരമായ പണിയുണ്ട്, കുടുംബപരമായി നമ്മൾ ചെയ്യേണ്ട പണികളുണ്ട്, സഭാപരമായി നമ്മൾ ചെയ്യേണ്ട പണിയുണ്ട്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വചനത്തിന് മുൻപാകെ പൂർണ്ണ അനുസരണമുള്ളവരായി ഉയരത്തിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള പണിയാണ് നമ്മൾ കൃത്യതയോടുകൂടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ പണിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അത് വളരെ പ്രയാസമാണ്. അത് വളരെ നിഷ്കരുണമായ പ്രവൃത്തിയുടെ ഫലം വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ട് ഈ പണിയിൽ അപാകത കൊണ്ടാകുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ഈ കോൺട്രാക്ടർ പണിക്കാരെ കൊണ്ടല്ല പണിയിക്കുന്നത്, ഈ കോൺട്രാക്ടർ നേരിട്ട് പണിയുകയാണ്. കോൺട്രാക്ടർ തന്നെ പണിയുകയാണ്, അല്ലാതെ മേശന്മാരെയും പെയിൻറ്റർമാരെ വെച്ച് ചെയ്യിക്കുകയല്ല. ഈ കോൺട്രാക്ടർ തന്നെ പണിയാണ്. എന്ത് പണിയാണോ ചെയ്യേണ്ടത് ആ പണി ഇദ്ദേഹം തന്നെ നേരിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അപാകത ഉണ്ടായാൽ, കർത്താവേ ഞാൻ ഇവനെ ഈ പണി ഏൽപ്പിച്ച് പൈസയും കൊടുത്തതാണ്, അവൻ ഉഴപ്പിയതാണെന്ന് ആർക്കും ചുമക്കാൻ പറ്റത്തില്ല, ഇല്ലേ? ആദാമിനോട് കർത്താവ് ചോദിക്കുമ്പോൾ ആദാം പറയുന്നു, നീ എനിക്ക് തുണയാൻ നൽകിയ അവളാണ് എന്നെ പറ്റിച്ചത്. അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ആ പാമ്പാണ് എന്നെ ചതിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കത്തില്ല. അത് ഏതെങ്കിലും വ്യവസ്ഥ കൊണ്ട് തീർന്നു. ഇനി ആർക്കും ആരെയും പഴിചാരാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എനിക്കെതിരായിരുന്നു, എൻ്റെ അമ്മ എനിക്കെതിരായിരുന്നു, എൻ്റെ ഭാര്യ പള്ളി വരുത്തില്ലായിരുന്നു, എൻ്റെ ഭർത്താവ് മുഴുവൻ കുടിയനായിരുന്നു പറഞ്ഞ് ആർക്കും ഒഴികഴിവ് പറയാൻ പറ്റത്തില്ല. അവരവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വർക്കുണ്ട്. സത്യസഭയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കേണ്ട സ്വർഗീയ നിയമത്തിന് അനുസരണമായ ഒരു പണിയുണ്ട്. ആ പണി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനത്തിൻ്റെ ആധികാരികമായ വിശ്വാസത്താൽ നാം ഓരോരുത്തരും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ ദൈവം ആദരിക്കും, അനുകരിക്കും എന്ന് പറയുവാനിടെ വന്നിരിക്കുന്നത്. ആകയാൽ അവരവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പണിയെക്കുറിച്ചുള്ള അവബോധം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ദൈവിക വെളിപ്പാടിനാലും ഏറ്റുവാങ്ങി ആ പണി ക്രമാനുഗതമായി നമ്മൾ പൂർത്തീകരിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വായിച്ച വേദഭാഗത്തിൻ്റെ 13-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 16-ാം അധ്യായം, മത്തായി 16:13 മുതൽ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നുവെന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, പെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ശിഷ്യന്മാരോട് ആരായുമ്പോൾ ചിലർ ഏലിയാവെന്നും ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ യിരെമ്യാവെന്നും മറ്റു ചിലർ ആ പ്രവാചകനെന്നും പറയും. നാം ഈ പണി ആരംഭിക്കുമ്പോൾ ഓർത്തുകൊള്ളൂ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട, ചെവി കൊണ്ട് കേട്ട, ദൃശ്യമായ മേഖലയിൽ ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പണി. നമ്മിൽ ഓരോരുത്തരും ചെയ്യേണ്ട പണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഭൗമികമായ ഒരു മേഖലയിലല്ല ഈ പണി നടക്കുന്നത്. ഇത് അദൃശ്യവും സ്വർഗീയവും സനാതനവും നിലനിൽക്കുന്നതുമാകുന്ന സ്വർഗീയ സിയോനിലെ സത്യസഭയുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട പണിയായതുകൊണ്ട് ഇത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞാൽ ഈ പണി ശാശ്വതമാകുകയില്ല. പ്രതികൂലക്കാറ്റ് കടന്നു വരുമ്പോൾ ഇത് കെട്ടടങ്ങി പോകുവാനിടയാകും. പാതാള ഗോപുര ശക്തികൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ഏരിയയിലാണ് നമ്മുടെ എല്ലാവരുടെയും കോൺട്രാക്റ്റ് വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് പറയുന്നു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. നാം ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസം ആധാരമാക്കി ആത്മാവ് നമുക്ക് നൽകുന്ന വചനത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നാം ഓരോരുത്തരും ഓരോ പണിക്ക് വിധേയപ്പെടുത്തുമ്പോൾ ഇത് സ്വർഗീയമായ ആ ഒരു വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാകയാൽ ആ പണി ലോകമനുഷ്യൻ കാണുമ്പോൾ അവനത് പോഷത്വമായി തോന്നും. അതവൻ അംഗീകരിപ്പാൻ കഴിയുകയില്ല തന്നെ. ഇന്നൊരു പകൽവേളയിൽ പ്രിയമുള്ളവരെ, നാം ജീവിത അനുഭവത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, അന്ധതകൾ, ആദികൾ, വ്യാധികൾ, ഞെരുക്കങ്ങൾ, പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങൾ നമ്മുടെ ബോധമനുഷ്യനെ വല്ലാതെ വേട്ടയാടുമ്പോൾ അകത്തെ ആത്മമനുഷ്യൻ സടകുടഞ്ഞെഴുന്നേറ്റ് മരണത്തിനപ്പുറം കടക്കുന്ന നിലനിൽക്കുന്ന സ്വർഗീയ ഫലം ലക്ഷ്യമാക്കി
ക്രൂശിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടതും ആത്മാവിനാൽ വചനത്താൽ നമുക്ക് അച്ചാരമായി നൽകുന്നതുമായ ദൈവരാജ്യം സംബന്ധിച്ചിട്ടുള്ള നിലനിൽക്കുന്ന പണിയായിരിക്കണം നമ്മുടെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് അതാണ്, നമ്മുടെ ലക്ഷ്യം അതാണ്. ആ പണി ക്രിസ്തു എന്ന വെളിപ്പാടിൽ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടപ്പോൾ ചിലർക്ക് യോഹന്നാൻ സ്നാപകനാണെന്ന് തോന്നിപ്പോയി, മറ്റു ചിലർക്കാണെങ്കിൽ അത് യെരമ്യാ പ്രവാചകനാണെന്ന് തോന്നിപ്പോയി, വേറെ ചിലർക്ക് അത് ഏലിയാവാണെന്ന് തോന്നിപ്പോയി. എല്ലാവരും അവരുടെ ആത്മീക ആചാര്യന്മാരാണ്, അവർക്കുള്ള ആത്മീക ന്യായപ്രമാണത്തിൻ്റെ അംഗങ്ങളാണ് അവരെല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ അസാധാരണമായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. എന്നാൽ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ആരാണ്? നിങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് പറയുന്നു. യേശു ആ ചോദ്യം അവരോട് ചോദിക്കാൻ കാരണം എന്താണ്? ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്നൊരു ചോദ്യം യേശുവിന് പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? താൻ തൻ്റെ ശരീരത്തെ പാപപരിഹാര ബലിയാടാക്കി യാഗർപ്പണം നടത്തിയ അനന്തരം യേശു ഉയരത്തിൽ കയറി നടത്താൻ പോകുന്ന ഒരു പണി, അത് സത്യസഭയാണ്. ആ സഭയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പാടിലേക്ക് തന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് ഒരു പശ്ചാത്തലം ആവശ്യമായിരിക്കുന്നു. ആ വെളിപ്പാട് ക്രിസ്തു എന്ന ഏക നിമിത്തമുള്ള വെളിപ്പാടായിരിക്കണം. ന്യായപ്രമാണത്തിൽ ആചാര്യന്മാർ ധാരാളമുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യം വഹിച്ച ധാരാളം പേരുണ്ട്. നീ ഞങ്ങളുടെ പിതാവായ മോശയേക്കാൾ വലിയവനോ എന്ന് ചോദിക്കുന്ന ചോദ്യം, മോശയ്ക്ക് ആ സമൂഹം കൊടുക്കുന്ന വില എത്ര വലുതാണ്! അദ്ദേഹത്തിലൂടെ ലഭിച്ചപ്പെട്ട ന്യായപ്രമാണ സംഹിത ആ ഒരു വംശപരമ്പര തലമുറയായി അനുഷ്ഠിച്ചും അനുവർത്തിച്ചും വരികയാണ്. അങ്ങനെ അവരുടെ ബോധമനുഷ്യനിൽ അവർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു വെളിപ്പാട് മോശയിൽ കേന്ദ്രീകൃതമായ ന്യായപ്രമാണ വ്യവസ്ഥയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നെ അടുക്കടുക്കായി പ്രവാചകന്മാരിലൂടെ അങ്ങനെ കൈമാറി വന്ന അവരുടെ ആ പാരമ്പര്യ ആചാരം, അവരുടെ ആത്മീക ആചാര അനുഷ്ഠാനങ്ങൾ, അവരുടെ മത അനുഷ്ഠാന തീവ്രതകൾ, ഇങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അറിവിൽ ഗ്രഹിച്ചിരിക്കുന്ന വെളിപ്പാടാണ്. ആ സാക്ഷ്യമാണ് പത്രോസ് ആദിയായവർ യേശുവിനോട് സംസാരിക്കുന്നത്. ഉടനെ യേശു ചോദിക്കുന്നു, ശരി, ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് ചിന്തിക്കുന്നു? പത്രോസ് പറഞ്ഞ വാക്യമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് ഏറ്റുപറയാത്ത ആർക്കും സത്യസഭ സംബന്ധിച്ചിട്ടുള്ള ഒരു പണി നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഈ കാര്യം മനസ്സിലായല്ലോ? ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും കർത്താവ് ആരാണ്? അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അറിഞ്ഞാൽ പോരാ, അത് ഉള്ളിൽ അത് വെളിപ്പെട്ട് കിട്ടണം, ഇല്ലേ? യേശുവിനോട് അദ്ദേഹം പറയുമ്പോൾ, ഇത് ജഡരക്തങ്ങളല്ല, ഇത് മനുഷ്യരല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, മനുഷ്യർ എഴുതി വെച്ച ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവല്ല, മോശയിൽ കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെയും അറിവല്ല, പിന്നെയോ ഇത് നീതിമാനായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിങ്ങൾക്കിത് വെളിപ്പെടുത്തിയത്. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം വെളിപ്പാടായി ആരുടെ ഉള്ളിൽ വെളിപ്പെടുമോ അവരിലൂടെ മാത്രമേ സത്യസഭയുടെ പണി നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. അറിവിൽ നിന്നും വെളിപ്പാടിലേക്ക്, കാഴ്ചയിൽ നിന്നും വിശ്വാസത്തിലേക്ക്, ദൃശ്യമായതിൽ നിന്നും അദൃശ്യമായതിലേക്ക്, ഭൗമികമായതിൽ നിന്നും സ്വർഗീയമായതിലേക്ക്. ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിലാണ് ക്രൂശ്. ആമേൻ. ദൃശ്യമായതിനും അദൃശ്യമായതിനും നടുവിൽ ക്രൂശ്, കാഴ്ചയ്ക്കും വിശ്വാസത്തിനും നടുവിൽ ക്രൂശ്. ഹല്ലേലൂയ. ലൗകികമായതിനും സ്വർഗീയമായതിനും നടുവിൽ ക്രൂശ്, ലോകരാജ്യത്തിനും ദൈവരാജ്യത്തിനും നടുവിൽ ക്രൂശ്. സത്യസഭയുമായി ബന്ധപ്പെട്ടുള്ള പണി ആരംഭിക്കുന്ന ഒന്നാമത്തെ പടിയാണ് ക്രൂശ്. ഹല്ലേലൂയ. ക്രൂശ് വഴിയായാണ് ക്രിസ്തു എന്ന മർമ്മം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരുന്നതാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശു എന്ന രക്ഷകൻ, ആ യേശു രക്ഷകനാണെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് കേവലം ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ? വേദപുസ്തകം വായിച്ച് കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതോ അതിന് ഉപരിയായി ആത്മാവിൽ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് നൽകിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണോ? ആകയാൽ അറിവിന് മീതെ വെളിപ്പാടിലേക്ക് ആ അറിവിനെ കൊണ്ടുവരേണ്ടതിന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരു പണി കർത്താവ് നിങ്ങളെ കൊണ്ട് പണി. അത് വീട്ടുകാർ കാണാൻ കഴിയാത്ത, നാട്ടുകാർക്ക് കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ സ്നേഹിതർ കണ്ടിട്ടില്ലാത്ത, അയൽവാസികൾ കണ്ടിട്ടില്ലാത്ത, ഈ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു പണി ആത്മാവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനിടയാകും. ഒറ്റ കണ്ടീഷൻ, ക്രിസ്തുവിനെ നിങ്ങൾക്ക്
വെളിപ്പെട്ട് കിട്ടണം. പാതാള ഭൂമിയുടെ ശക്തികൾ ചിന്നാഭിന്നമാക്കുവാൻ കഴിയാത്ത എന്നേക്കും നിലനിൽക്കുന്ന ഒരു പണി നമ്മിൽ നടക്കണമെങ്കിൽ അടിസ്ഥാനം ക്രിസ്തു എന്ന വെളിപ്പാട്. ആ വെളിപ്പാടിൻ്റെ സഹായത്താൽ ഒരു പണിക്ക് വേണ്ടി നമ്മളെ കർത്താവ് ഈ പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. ആ നിലയിൽ വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തുടർമാനമായ പ്രാർത്ഥനയിൽ ആ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ലഭ്യമാക്കേണ്ടതിന് വാഞ്ചയോടുകൂടെ പിതാവായ ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് യേശുവിൻ്റെയും അവൻ്റെ രക്ഷയുടെയും അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദി ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭ. ഹല്ലേലൂയ. അപ്പം പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് യേശുവിൻ്റെയും അവൻ്റെ രക്ഷയുടെയും അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭയിൽ നമ്മിലൂടെ നടക്കേണ്ട പണി ഓർത്തുകൊള്ളൂ. സഭ അദൃശ്യമാണ്, സഭ സ്വർഗീയമാണ്, സഭ ദൈവികമാണ്, സഭ ലോകത്തിന് കാണാൻ കഴിയാത്തതാണ്. അത് സ്വർഗീയ സിയോനിലാണ്. ആ അദൃശ്യവും സ്വർഗീയവുമായ സഭയിൽ നാം ചെയ്യേണ്ട പണി എന്താണ്? കർത്താവ് നമുക്കിതുപോലൊരു പള്ളി ഇവിടെ പണി വെച്ചിട്ട് ഈ പള്ളിയിൽ ചെയ്യേണ്ട ചില പണിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് നന്നായിട്ട് പണി ചെയ്യാം. നമുക്ക് പണം ഉണ്ടെങ്കിൽ നന്നായിട്ട് പണി ചെയ്യാം, അല്ലേ? ആൾക്കാരെ കൊണ്ട് കേൾപ്പിക്കാൻ നമുക്ക് നേരിട്ട് പണിയിക്കാം. ഒരു അപാകതയില്ലാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. സ്തോത്രം. വിത്ത് കെട്ടി പൊങ്ങുമ്പോൾ എന്തെങ്കിലും വിടവുണ്ടായാൽ അത് പെയിൻ്റ് അടിക്കുന്നവർ അത് മെയിൻറ്റെയിൻ ചെയ്യും. അവർ പുട്ടിയൊക്കെ ഇട്ട് ആ വിടവൊക്കെ അടച്ച് പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ അവിടെ പൊട്ടൽ പോലും ഇങ്ങോട്ടൊന്നും കാണത്തൊന്നുമില്ല. നന്നായിട്ട് പണിയാൻ പറ്റും. പക്ഷേ കുഞ്ഞെ, നമ്മൾ ചെയ്യേണ്ട പണി ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഏരിയയാണ്. അദൃശ്യമായ മേഖലയിലാണ് ഈ പണി നടക്കേണ്ടത്. അതാണ് പ്രശ്നം. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ദൃശ്യമായതിൽ എന്തൊക്കെയോ പണിയുകയാണ്. അയ്യോ, ഇതൊക്കെയും പുഴുവും തുരുമ്പും പിടിക്കുകയും കള്ളന്മാർക്ക് തുറന്നു മോഷ്ടിക്കുവാനും കഴിയുന്ന ഏരിയയിൽ പണിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ഇത് അഗ്നിക്ക് ഇരയാകേണ്ട ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ പണിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാം ചെയ്യേണ്ട പണി ദൃശ്യമേഖലയിലല്ല, അദൃശ്യ മേഖലയിലാണ്. നാം ഈ ഭൂമിയിൽ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ പണി നടക്കുന്നത് അദൃശ്യമായ മേഖലയിലാണ്. സത്യസഭയുമായി ബന്ധപ്പെട്ട് നമ്മിലൂടെ വെളിപ്പെടുത്തേണ്ട പണിയെക്കുറിച്ച് നാം ബോധവാന്മാരായിട്ട് ആത്മാവിനെ പിടിക്കുവാങ്ങി, ആത്മാവിനെ ഏറ്റുവാങ്ങി അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമായ പ്രവൃത്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പണികൾ ആരംഭിക്കുന്നുവെങ്കിൽ മാത്രമേ ആ പണി കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകൂ എന്ന് നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. നാം ഒരു മന്ദിരം പണിയുകയാണെങ്കിൽ ആ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നില്ല. കാരണം മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ദൈവം വസിക്കുന്നില്ല. കർത്താവ് അങ്ങനെ വസിക്കും. നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു പണിയുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കുള്ള വസ്തു എല്ലാം വിറ്റുവിറക്കി നമുക്ക് കൊച്ചു ഹോള് പണിഞ്ഞ് എല്ലാം സ്വർണം പൂശാമായിരുന്നു. നമ്മുടെ നായകൻ അത് എഴുന്നള്ളി വരുവാനും വസിക്കുവാനും നമുക്ക് എന്തെല്ലാം ചെയ്യാം. നമ്മുടെ കർത്താവിനെ വസിപ്പാൻ നിങ്ങളെല്ലാവരും ഓരോ പള്ളി പണിയണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ ഏറ്റവും അധികം പൈസ മുടക്കി പള്ളി പണിയുന്നത് പെന്തക്കോസുകാരായിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, അല്ലേ? ടൈലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് പാസ്റ്റർ ഇത് കണ്ട് മടുത്തു പാസ്റ്റർ, ഇതിപ്പോൾ 4-5 വർഷമായില്ലേ ടൈൽ ഒട്ടിച്ചിട്ട്, നമുക്കൊരു ജീവൻ്റെ പുതുക്കം വേണ്ടേ പാസ്റ്റേ? അതുകൊണ്ട് 2 ആഴ്ച നമുക്ക് അടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് ആരാധന മാറ്റാം. ഒരു മാസത്തേക്ക് ഞാനിത് മൊത്തം ഇളക്കി മാറ്റി പുതിയിട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. ഓരോ ഹോളൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് 4 വർഷം 5 വർഷം മാത്രം പഴക്കമുള്ള ടൈൽസ് അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് പുതിയ ടൈൽസ് ഒട്ടിക്കാൻ പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് അറിയത്തില്ല, ഇല്ലേ? ഇപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നേ, ആലയത്തിന് വേണ്ടി ചെയ്യുന്നേ. എടോ, ഈ ആലയം അദൃശ്യമാണ്. ഇതൊന്ന് സ്വർഗീയ സിയോനിൽ, ഒന്ന് നീയാണ്. നിന്നിലും സ്വർഗീയ സിയോനിൽ നടക്കേണ്ട അദൃശ്യമായ പണിയെക്കുറിച്ച് ബോധമില്ലാതെ ഈ ദൃശ്യമായ ഈ മേഖലയിൽ നീ തേയിലല്ലാതെ സ്വർണം പൂശിയാലും എൻ്റെ പൊന്നെ, യേശുവിന് നിന്നെ അറിയത്തില്ല എന്ന് വരും. ഇതൊരു ഭയങ്കര ഗൗരവമായ സന്ദേശമാണ്. നാം കർത്താവിനെ അറിയുകയും കർത്താവ് നമ്മളെ അറിയാതിരിക്കുകയും ചെയ്താൽ എത്രയധികം ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത്. അതുകൊണ്ട് നാം കർത്താവിനെ അറിയുന്നത് പോലെ തന്നെ കർത്താവ് നമ്മളെ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചർച്ച് ഹാൾ പണിയുവാൻ, എനിക്ക് വസിപ്പാനായിട്ട് ഒരാലയം പണിയുവാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഹോൾ ഇങ്ങനെയൊന്നും ആയിരിക്കുകയല്ലേ. രാജൻ വിക്ടർ അമേരിക്കയിലേക്ക് പോയി ഇത് എങ്ങനെ എത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാമോ, അല്ലേ? കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെയോ ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നത് പോലെയോ എൻ്റെ കർത്താവിന് വസിപ്പാൻ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാകും, പേളകും. ഹല്ലേലൂയ. ദൈവത്തിന് മുഖത്ത് പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
ഈ പണി നടക്കേണ്ടത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ആ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവിനെ ഞാൻ ആദരിക്കുന്നത് നല്ല ഒരു ചർച്ചുകൾ പണിഞ്ഞു കൊടുത്തുകൊണ്ടാണോ? ഞാൻ എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം ഞാൻ ദൈവരാജ്യമായിട്ടാണ് പോകുന്നത്. അവൻ നിങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. അപ്പോൾ നമ്മൾ ഈ വചനം അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ചലിക്കുമ്പോൾ ദൈവരാജ്യവും നമ്മോടുകൂടെ ചലിക്കുകയാണ്. ദൈവരാജ്യം നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ദൈവരാജ്യമായിട്ടാണ് ചെന്നിറങ്ങുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൈവരാജ്യമായിട്ടാണ് ചെന്നിറങ്ങുന്നത്. ഒരു ബസ്സിലേക്ക് കയറുമ്പോൾ ദൈവരാജ്യമായിട്ടാണ് ബസ്സിലിട്ട് കയറുന്നത്. ഒരു വിവാഹത്തിന് പോകുമ്പോൾ ദൈവരാജ്യമായിട്ട് ചെന്ന് കയറുന്നത്. ഹല്ലേലൂയ. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന വെളിപ്പാട് വരുമ്പോഴാണ്, സ്തോത്രം, ഞാൻ വാസ്തവത്തിൽ കർത്താവിനെ വസിപ്പിക്കേണ്ടതിന് എവിടം ആണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്? ദൃശ്യമായതിലോ അദൃശ്യമായതിലോ? ഒരു മനുഷ്യൻ വിശുദ്ധനാണെന്ന് കാണിക്കുവാൻ എന്തെല്ലാം പാടുപെടുകയാണ്. ചില ആൾക്കാരാണെങ്കിൽ മീശ പഠിക്കുന്നു, ചില ആൾക്കാരാണെങ്കിൽ താടി വളർത്തുന്നു, ചില ആൾക്കാരാണെങ്കിൽ വില കൂടിയ വസ്ത്രം ധരിക്കുന്നു, ചില ആൾക്കാരാണെങ്കിൽ കാഷായ വേഷം ധരിക്കുന്നു, ചില ആൾക്കാരാണെങ്കിൽ പാൻറ് ഷർട്ടോട്ട് ഇൻസേർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസനെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റു ചിലരോ മുണ്ട് കൊടുത്ത് ജൂബ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഗതിയില്ലാത്തതിനെ പോലെ കാണിക്കുന്നു. പലരും പുറമേ അത് കാണിക്കുവാനായിട്ട്, ഇല്ലേ? ചില ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവനെ പോലെ നടക്കുന്നു, ചില ആൾക്കാരാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഉള്ളവനെ പോലെ നടക്കുന്നു. ഇങ്ങനെ വൈരുദ്ധ്യമാർന്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ദൃശ്യമായ മേഖലകളിൽ ഞാൻ ഒരു ഭക്തൻ എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നു. ചില ആൾക്കാരോ അവരുടെ വായിലൂടെ പുറപ്പെടുവിക്കുന്ന വാക്കുകളിലൂടെ ഞാനൊരു വിശുദ്ധനാണെന്ന് നിങ്ങൾക്ക് തോന്നത്തക്കവണ്ണം വിദഗ്ധമായ വാക്കുകളെ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഞാൻ ദൃശ്യമായ മേഖലയിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഓ, ഞങ്ങളുടെ പാസ്റ്റർ നല്ല ഭക്തനായ മനുഷ്യനാണ്, അയാൾ ദരിദ്രവാസിയല്ല, അയാൾ ഉപകാരിയാണ്, ഇല്ലേ? മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഞാൻ ഉപകാരങ്ങൾ ചെയ്യുന്നു. ദൃശ്യമായ മേഖലയിൽ ഞാൻ പ്രവൃത്തി ചെയ്യുന്നു. എൻ്റെ കൂട്ടുവിശ്വാസികളിൽ എനിക്ക് ഒരു ഇമേജ് ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ പാസ്റ്റർ നല്ല പാസ്റ്ററാണ്, നല്ല സ്നേഹമുള്ള പാസ്റ്ററാണ്, നല്ല ദയയുള്ള പാസ്റ്ററാണ്, എന്തെങ്കിലും നന്മ ചെയ്യുവാൻ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യാതിരിക്കുകയില്ല. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. അറിഞ്ഞ കാര്യം അങ്ങനെ നിങ്ങൾ കാണുക, പാസ്റ്റർ അത് ചെയ്തു, അതുകൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞത്. അല്ലാതെ കാഴ്ചവെട്ട് വിശ്വാസത്താൽ വെളിപ്പാടിനാലാണോ നിങ്ങൾ ആ നീതി പ്രവൃത്തി, രാജൻ വിക്ടർ ചെയ്യുന്ന നീതി പ്രവൃത്തി നിങ്ങൾ അറിഞ്ഞത്? രാജൻ വിക്ടർ ചെയ്യുന്ന നീതി പ്രവൃത്തി നിങ്ങൾ അറിയുന്നത് കാഴ്ചയാലാണെങ്കിൽ എന്നിൽ വെളിപ്പെട്ട പ്രവൃത്തി ജഡമനുഷ്യന്റെ മേഖലയിൽ നിന്നാണ്. എന്നിൽ വെളിപ്പെടുന്ന പ്രവൃത്തി എന്നിലെ ആത്മാമനുഷ്യനിൽ നിന്നാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാടിനാൽ അല്ലാതെ നിങ്ങൾക്കറിയുവാൻ കഴിയുന്നതല്ല. കാരണം ഞാൻ ചെയ്തത് ദൃശ്യമായ മേഖലയിലല്ല, സ്വർഗീയ സിയോനിലെ സത്യസഭയുമായി ബന്ധപ്പെട്ട് അവിടെ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഓ ഹല്ലേലൂയ. ഇതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ കാണുക ദൃശ്യമായ മേഖലയിൽ നമ്മളിങ്ങനെ പണിയുകയാണ്. അയൽവാസികളുടെ മുമ്പിലും നമ്മൾ പെന്തക്കോസ്തുകാരാണ്, മാതൃകയോട് ജീവിക്കണം. അയൽവാസിയുടെ മുമ്പിലും സ്നേഹിതന്മാരുടെ മുമ്പിലും കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിൽ അങ്ങോട്ട് ഇടപെടുന്നില്ല. ഞാൻ ഒരു പക്ഷേ പോയാൽ അവനെ തല്ലേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് വരുന്നില്ല, അല്ലേ? ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ദൈവനാമം ദൂഷിക്കപ്പെടാൻ പാടില്ല. ഇതൊക്കെ എവിടെ വെളിപ്പെടുന്നത്? ആത്മമനുഷ്യനല്ലാണോ? അല്ല, ജഡമനുഷ്യനെ സംസാരിക്കുന്നില്ല. ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, അതുകൊണ്ട് എനിക്ക് അവനെ അടിക്കാനൊക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പെന്തക്കോസ്തുകാരനല്ലായിരുന്നെങ്കിൽ ഇപ്പം അവൻ വിവരം അറിഞ്ഞേനെ, അതതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മുടെ ജഡമനുഷ്യനെ സംസാരിക്കുന്നത്. അയ്യോ, ഇത് ഭയങ്കര വഞ്ചനയാണ്, അല്ലേ? നമ്മുടെ ആത്മമനുഷ്യൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെങ്കിൽ നമുക്ക് അടികൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ജോലി പശ്ചാത്തലങ്ങൾ നമ്മൾ സ്വീകരിക്കത്തില്ല. കർത്താവിൻ്റെ നിർമ്മലമായ വചനം അനുസരിപ്പാൻ കഴിയുന്ന പാകത്തിലുള്ള ജോലി സാധ്യത നമ്മൾ തിരയും. ചിലപ്പം വരുമാനം കുറയും, 2-1, 3-1, 10-1 ആയിരിക്കും ശമ്പളം കിട്ടുന്നത്. പക്ഷേ അവൻ്റെ ഉള്ളിലെ പ്രത്യാശ ഈ കഠിന ശോധനയിലൂടെ ഞാൻ അധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് പ്രയത്നഫലം കിട്ടുന്നില്ല എങ്കിലും അത് ക്രിസ്തുവിൻ്റെ നിന്ദയായി ക്രൂശിൻ്റെ സഹനമായി ഞാൻ ഏറ്റുവാങ്ങി അദൃശ്യമായ മേഖലകളിൽ എൻ്റെ ഈ ദിനചര്യയിലൂടെ അവിടെ അദൃശ്യ മേഖലയിൽ പണിയേണ്ട സത്യസഭയുമായി ബന്ധപ്പെട്ടുള്ള പണിയാണ് അവിടെ നടക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അനീതി എത്ര കഠിനമാകട്ടെ, മനുഷ്യത്വരഹിതമായ പ്രവൃത്തി എത്ര അതിക്രമിച്ചു പോകട്ടെ, പരാതിയും പരിഭവവും കൂടാതെ ക്രിസ്തുവിൽ ബാലൻസ് ചെയ്ത് ആ നിർമ്മലമായ വ്യവസ്ഥയിൽ ആ ക്ലേശം അതിജീവിച്ച് അപ്പുറം കടക്കുവാൻ ഒരു മനുഷ്യനെയും സഹായം നാം തേടാൻ പോകുകയില്ല.
ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോട് പിണങ്ങാൻ പറ്റത്തില്ല. ഈ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യരോടും നിങ്ങൾക്ക് പിണങ്ങാൻ പറ്റില്ല. അവരിനി എന്തെല്ലാം ചെയ്താലും, കള്ളക്കേസ് കൊടുത്ത് നിങ്ങളെ അകത്താക്കിയാലും അഴി പിടിച്ചുകൊണ്ട് ആ വ്യക്തിയെ കാണാൻ നിങ്ങൾ കാത്തിരിക്കും. പിണങ്ങാനൊക്കത്തില്ല. ശത്രുക്കളെ സ്നേഹിപ്പീനെന്ന് പറഞ്ഞാൽ ഒരു ഭാഷ പറഞ്ഞിട്ട് യേശു ഇതുവരെയും ഭൂമിയിൽ വെളിപ്പെട്ടിട്ടുള്ള ഗുരുക്കന്മാരെക്കാൾ വ്യത്യസ്തനായ ഒരു ഗുരുവാണെന്ന് നാട്ടുകാരെ കേൾപ്പിക്കാനാണോ യേശു അങ്ങനെയൊക്കെ പഠിപ്പിച്ചത്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിപ്പീൻ, 2 ഉള്ളവനൊന്നില്ലാത്തവന് കൊടുക്കുവിൻ, ആരും പറഞ്ഞിട്ടില്ലാത്ത പറഞ്ഞ് ഗുരുക്കന്മാരിൽ വ്യത്യസ്തതയുള്ള ഒരു ഗുരുവായിട്ട് ഈ ജനത്തിനൊന്ന് ബോധ്യമാകണം എന്ന് പറഞ്ഞ് യേശു അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണോ? അതോ അവൻ്റെ ജീവിതമാണോ? അത് യേശുവിൻ്റെ ജീവിതമാണ്, തൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷ നമുക്ക് വെളിപ്പാടാണ്. ആ വെളിപ്പാടാണ് നമ്മുടെ ജീവിതം. യേശുവിൻ്റെ ജീവിതം അറിവിൽ പകർത്തിയാൽ പ്രതികൂലം കടന്നു വരുമ്പോൾ നമ്മൾ തെരഞ്ഞു ഓടിക്കളയും. യേശുവിൻ്റെ ജീവിതം വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമ്മുടെ ജീവിതമാക്കണം. അത് അദൃശ്യമായ മേഖലയാണ്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ആത്മപ്രകാശമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് കാഴ്ചയിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നത്. ദൃശ്യമായ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ ജീവിതം കാഴ്ചയാലല്ല, കണ്ടുകൊണ്ട് കാണുന്ന ഏതെങ്കിലും വിഷയത്താലല്ല നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുകയോ നമ്മൾ പണിയുകയോ ചെയ്യുന്നത്. ഇത് വിശ്വാസത്താലാകുന്നത് കൊണ്ട് അദൃശ്യ മേഖലയാണ്. അതുകൊണ്ട് ദൃശ്യമായ മേഖലയിൽ നമുക്ക് എതിർപ്പെട്ട് വന്ന കാര്യങ്ങളെ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ കളയും. അല്ലെങ്കിൽ നമുക്ക് ദോഷമുണ്ടായോ അത് അനുഭവിക്കും. യെസ്, അത് സഹിക്കാൻ വയ്യോ, ഈ വിധം കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ഇതാണ് ഈ പാത, പ്രിയമുള്ളവരെ. അത് നമുക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ആത്മാവിനാൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണി. പിതാവായ ദൈവം യേശുവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ആ അധികാരം, സത്യസഭ പണിയുവാനുള്ള അധികാരം യേശുവിനെ പൂർണ്ണമായി ലഭിച്ചു. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ പണി ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയാനോ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പണി കുരുക്കുവാനോ ഒരുത്തിനും കഴിയുകയില്ല. സൻബലത്ത് തോബിയായവർ, ആദിയായവർ, നെഹമ്യാവെന്ന പ്രാർത്ഥന വീരൻ്റെ പണികളെ താറുമാറാക്കുവാൻ തക്കവണ്ണം മനക്ലേശത്താൽ ആത്മബലത്തെ ചൂഴ്ന്നു കളയേണ്ടതിന്, വാക്കുകളുടെ പെരുപ്പനിമിത്ത മനോധൈര്യത്തെ ഇല്ലാതാക്കുവാൻ മാനുഷികമായ സമ്മർദ്ദങ്ങൾ, ദൃശ്യമായ മേഖലയിൽ നിന്ന് വന്ന സമ്മർദ്ദങ്ങൾ, ആ പ്രാർത്ഥനാവീരൻ്റെ പ്രാർത്ഥനയുടെ മറുപടി പൂർത്തീകരിക്കുവാൻ കാലതാമസം നേരിടുവാനിടയായി. അങ്ങനെ ഭൂമിയിൽ വെളിപ്പെട്ട ഭക്തന്മാർക്ക് എതിർപ്പെട്ട് വന്ന പണികളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സവാദങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു വിളംബരം നടത്തി. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പിതാവായ ദൈവം ഏത് നിലവാരത്തിൽ ആ പണി ഏൽപ്പിച്ചുവോ ആ പണി ഒരു ഊനവുമില്ലാതെ കൃത്യമായി കർത്താവ് പൂർത്തീകരിക്കും. കർത്താവ് രാജമിത്ര എന്ന ഒരു കോൺട്രാക്ടറിന് ഒരു ഭാഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പണി ഞാൻ ഉത്തരവാദിത്വം ചെയ്യാതെ ലൗകികവും സ്വാർത്ഥവും ജഡികവും ആദാമ്യവുമായ താൽക്കാലികമായ ഏതെങ്കിലും ഈ ചപ്പും ചവറിന് വേണ്ടി ഞാൻ ആ പണിയെ മുഖാന്തരമാക്കിയാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നീക്കിക്കളയും. എന്നിട്ട് എന്നിലും വിശ്വസ്തനായ ഒരുവിനെ കർത്താവ് ആക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണി നിമിത്തം ഒരു അപാകത അവിടെ ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അപാകത ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ വേരോടെടുത്ത് ദൂരെടുത്ത് കർത്താവ് പറിച്ചെടുത്ത് വെളിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്നത്. കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. രക്തത്താൽ വചനത്താൽ ചെയ്യും. അതുകൊണ്ട് കോൺട്രാക്ടർമാർ, കർത്താവിൻ്റെ ദൗത്യം ഏറ്റുവാങ്ങിയ ഉപദേശിമാർ, പാസ്റ്റർമാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ അവരേതെങ്കിലും വികരതകൾ കാണിച്ചാൽ, പ്രമാണ ലംഘനം വരുത്തിപ്പണി നടത്തുകയാണെങ്കിൽ അവനെ കർത്താവ് അവിടെ നിന്ന് എന്നെ ആട്ടി പുറത്താക്കി. പിന്നെ ദൃശ്യമായി ഈ മേഖല പിന്നെ അവൻ്റെ പണി നടക്കുന്നത് അവൻ സത്യസഭ പണിയുകയാണ്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആത്മാവ് പ്രാപിച്ചിട്ടില്ലാത്ത വിശ്വാസികൾ കാണിക്കെ കേൾക്കെ ഈ പാസ്റ്ററിനും പണി നടത്തിക്കൊണ്ടിരിക്കുക. അയ്യോ, ലോകദർശികൾ അതാരാ? അതൊരു പാസ്റ്ററാണ്, അദ്ദേഹം ഒരു ദൈവദാസനാണ്. 24 മണിക്കൂറും അദ്ദേഹം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞതാ. ഇതൊരു ഭയങ്കര വഞ്ചനയാണ്, ഇത് ചതി. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടു പോയാൽ ഉടനെ മറ്റേ സാധനം കയറി വന്ന് നമ്മളെ കൊണ്ട് അന്വേഷിച്ച് പറയിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ ചതി. നമ്മളറിയത്തില്ല.
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടു പോകുമല്ലോ. നമ്മളെ തള്ളിക്കളയുമ്പോൾ ആത്മാവ് നമ്മളെ വിട്ട് പോകും. പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം പണിയാണോ ചെയ്തു വന്നത് അതേ പണി ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യിപ്പിക്കും. പിശാച് ചെയ്യിപ്പിക്കും. പ്രവചിക്കണോ, ദൂത് പറയണോ, രോഗികളെ സൗഖ്യമാക്കണമോ, ഊതങ്ങളെ ഇളക്കണമോ, സ്നാനപ്പെടുത്തണമോ, ഒറ്റ വാക്ക് പറഞ്ഞാൽ അവൻ സ്നാനപ്പെട്ടവൻ അവൻ കയറി വരും. ഇല്ലേ? സ്തോത്രം. എന്തൊരു ഉണർവാണ്. പക്ഷെ കർത്താവ് അവനെ അറിയുന്നില്ല. അവൻ സത്യസഭയുമായി ബന്ധപ്പെട്ടുള്ള പണി നടത്തുന്നു എന്ന നിലയിൽ അവൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവദാസൻ ഏതാത്മാവിനെയും ഉൾക്കൊള്ളാതെ വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്ത് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്ന അളവിൽ നാം എല്ലാവരും ആത്മനിറവിലേക്ക് അടുത്തു വരണം. എല്ലാവരും ആത്മനിറവിലേക്ക് അടുത്തു വരണമെന്ന് കർത്താവ് ആലോചന പറയുകയാണ്. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണി, അതിൻ്റെ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ഒരു കാലഘട്ടം വച്ചിരിക്കുന്നു. നമ്മുടെ ആയുസ് എന്നാണോ ആ ആയുസ്സിൽ അത് പൂർത്തീകരിക്കേണ്ടത്. 30 വർഷം കൊണ്ട് ചെയ്യേണ്ട പണി നമുക്കുണ്ടാകാം. വീണ്ടെടുക്കപ്പെട്ട നാൾ മുതൽ ഒരു 15 വർഷമാകുമ്പോഴത്തേക്ക് നമ്മളെ കർത്താവ് വിളിക്കുകയാണെങ്കിൽ ആ 15 വർഷം കൊണ്ട് നാം പൂർത്തീകരിച്ചിരിക്കേണ്ട പണിയാണത്. ചിലപ്പോൾ 5 കൊല്ലമായിരിക്കാം. സ്നാനപ്പെട്ട 5-ാമത്തെ വർഷം ചത്തുപോവുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പണിയാണത്. ആമേൻ. അല്ല കർത്താവ് എനിക്ക് ആയുസ് കിട്ടില്ല, എനിക്ക് 5 കൊല്ലമേ കിട്ടിയുള്ളൂ, എനിക്ക് 10 കൊല്ലം എൻ്റെ അയൽവാസിയെ പോലെ 10 കൊല്ലം കിട്ടിയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആമേൻ. 9-ാം മണി നേരത്തെ വന്നവന് ഒരു കൂലി, 3-ാം മണി നേരത്തെ വന്നവന് ഒരേ കൂലി, 6-ാം മണി നേരത്തെ വന്നവന് ഒരേ ശമ്പളം. രാവിലെ 9 മണി മുതൽ ജോലി ചെയ്ത് വൈകിട്ട് 5 വരെ ജോലി ചെയ്യുന്നവനും, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ന് വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നവനും, 3 മണിക്ക് വന്നിട്ട് വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നവനും ഒരേ ശമ്പളം. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് എനിക്ക് ഭൂമിയിൽ 5 വർഷം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. 5 വർഷം കൊണ്ട് ചെയ്യേണ്ട പണിയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 10 വർഷമാണ് ഉള്ളത് സ്നാനപ്പെട്ട ശേഷം. ആ 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു പണിയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം മിസ്റ്റേക്കായി വിട്ട് കളഞ്ഞാൽ 10 വർഷവും പിന്നെ ഒരു ദിവസം കൂടെ വേണ്ടി വരും പണി പൂർത്തീകരിപ്പാൻ. ഒരു വർഷം പഴകി കഴിഞ്ഞാൽ 10 വർഷവും എക്സ്ട്രാ ഒരു വർഷം കൂടെ വേണ്ടി വരും നമ്മളെ ഏൽപ്പിച്ച പണി പൂർത്തീകരിപ്പാൻ. ഇല്ലേ? എന്തുമാത്രം കഠിന പ്രയത്നം പിന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഊണും ഉറക്കവുമില്ലാതെ അധികം നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നാം ലൗകികമായതിൽ അധികം ആശ്രയിക്കാതെ ഒരുപാട് വില കൊടുത്തുകൊണ്ട് ആ പണി പൂർത്തീകരിക്കേണ്ടതായിട്ട് വരും. ഹൃദയം കഠിനപ്പെട്ടു പോകാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവം ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ, ഈ സുന്ദരമായ ബലത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പണിയെക്കുറിച്ച് ബോധവാന്മാരായിട്ട് ഞാൻ എന്തു പണിയാണ് സത്യസഭയ്ക്കായി ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് വെളിപ്പാട് ഏറ്റുവാങ്ങി ആ ദൈവശബ്ദത്തിന് അനുസരണമുള്ളവരായി ആ പണി ചെയ്യുവാൻ നിങ്ങൾ വിശ്വസ്തന്മാരായി വിധേയപ്പെടുത്തുവെന്നും കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 35-ാമത്തെ അധ്യായം 20, 21, 22 വാക്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവർ. ഇപ്പോൾ താല്പര്യം മാത്രം തോന്നിയാൽ പോരാ. ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയാൽ മനസ്സിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിൽ താല്പര്യമുണ്ട് പക്ഷേ ഹൃദയത്തിൽ ഉത്സാഹം ഇല്ലെങ്കിൽ എങ്ങനെ നടക്കും? ചില ആൾക്കാരൊക്കെ നന്മ ചെയ്തിട്ട് ദുഃഖിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് നന്മ ചെയ്തു കഴിഞ്ഞ ഉടനെ ആ പകുതി കൊടുത്താൽ മതിയായിരുന്നു, അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആ പകുതി കൊടുത്താൽ മതിയായിരുന്നു. ഇല്ലേ? പിശക്കാരാരെങ്കിലും വീട്ടിൽ വന്ന് വരുമ്പോൾ അമ്മ ഒരു പഴയ സാരി തരുമെന്ന് ചോദിക്കുമ്പം അമ്മയെന്ന് മോൾ കളിക്കടി ആ പഴയ സാരിയാണ് 3 കിടപ്പുണ്ട്, അതിൽ ആ പച്ച സാരി എടുത്തുകൊണ്ട് കൊടുക്ക്. മോള് ആ പച്ച സാരി ചുരുട്ടി പേപ്പറിൽ പൊതിഞ്ഞ് ഉച്ചക്കാരി കൊടുക്കാൻ വേണ്ടി ആ പച്ച സാരി ആ മഞ്ഞ സാരി ഉണ്ടല്ലോ, അപ്പുറം കിടന്ന മഞ്ഞ സാരി അത് കൊടുക്കും. മോള് മഞ്ഞ സാരി പൊതിഞ്ഞ് ഉച്ചക്കാരി കൊടുത്ത് അമ്മ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അന്ന് രാത്രി അമ്മയ്ക്ക് ഉറക്കമില്ല, ആ കരിനീല കളർ സാരി കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ഉറക്കമില്ല, ഉറക്കം പോയി. 10 വർഷത്തിൽ കൂടുതലായി അത് നിരങ്ങി ഇല്ലേ, കൊടുക്കത്തില്ല. അത് ചവപ്പൊട്ടിക്കകത്തിട്ട് മൂട എടുത്താലും കുഴപ്പമില്ല, അത് കൊണ്ടുപോകട്ടെ. എന്നാലും ഒരു സാധനം കൊടുക്കില്ല. കാരണം എന്താണ്? ഹൃദയത്തിൽ ഉത്സാഹം ഉണ്ടായി പക്ഷെ മനസ്സിൽ താല്പര്യമില്ല. അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യമുണ്ട്, ഹൃദയത്തിൽ ഉത്സാഹമില്ല. ആത്മാവിനാൽ മാത്രമേ ഈ മേഖല സമന്വയിക്കപ്പെടൂ. ഹൃദയവും മനസ്സും. ഹൃദയത്തിൽ ഉത്സാഹം, മനസ്സിൽ താല്പര്യം. പ്രിയമുള്ളവരെ, സത്യസഭയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ അവയവങ്ങളാണ്. നിങ്ങൾ അവയവങ്ങൾക്ക് അതതിൻ്റെ ഉദവി നിങ്ങൾ ചെയ്യണമെങ്കിൽ
നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിന് ഉത്സാഹം, മനസ്സിന് താല്പര്യം. കാരണം ഇത് അദൃശ്യ മേഖലയിൽ നടക്കേണ്ട പണിയാണ്. ഈ പണി നമ്മൾ എത്ര നടത്തിയാലും ദൃശ്യമായ മേഖലയിൽ വലിയ നന്മയൊന്നും കിട്ടത്തൊന്നുമില്ല. ഒടുവിൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ പ്രവൃത്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രവാചകൻ പറയാം, ഞാൻ വെറുതെ അധ്വാനിച്ചു. പുള്ളി വിശുദ്ധിക്ക് വേണ്ടി നിന്ന ആ നിലനിൽപ്പിൽ താൻ പ്രതീക്ഷിച്ചത് ലൗകികമായ ഒരു മറുപടിയാണ്. താൻ വിശുദ്ധിയോടുകൂടെ പാപത്തിൽ ആണ്ടുപോയ ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി ക്രിസ്തുയേശു നിമിത്തം വ്യവഹാരം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ തനിക്കെതിർപ്പെട്ട് വരുന്ന സാഹചര്യങ്ങൾ മുഴുവനും തന്നെ കുറ്റം ചാർത്തുന്ന പശ്ചാത്തലങ്ങളായി മാറിയപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ വെറുതെ അധ്വാനിച്ചു. ചില ആൾക്കാർ പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ കർത്താവിൻ്റെ വേല 30 വർഷം കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്, ഇതുവരെയും സ്വന്തമായ ഒരു വീട് പോലും ലഭിച്ചിട്ടില്ല. പണിയെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്തവരാണവർ. പാസ്റ്റർ ഞാൻ 40 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നിട്ട് 1 സെൻറ്റ് ഭൂമി പോലും ഇതുവരെ എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല പാസ്റ്ററെ. വാടകയ്ക്ക് താമസിച്ച് മടുത്ത് പാസ്റ്റർ പ്രാർത്ഥിക്കണേ. പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു വീട്ടിൽ കയറി താമസിച്ചെന്ന് മരിക്കാനായിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണേ. ആമേൻ. വെളിപ്പാട് മനസ്സിലായോ? കാഴ്ചയാലല്ല വിശ്വാസത്താൽ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്ന ഒരു മനുഷ്യൻ ദൃശ്യമായ മേഖലയിൽ വീടുണ്ടെങ്കിലോ വീടില്ലെങ്കിലോ, വാഹനമുണ്ടെങ്കിലോ വാഹനമില്ലെങ്കിലോ, വസ്തു ഉണ്ടെങ്കിലോ വസ്തു ഇല്ലെങ്കിലോ, ദൃശ്യമായതിലല്ല അവൻ്റെ പണി നടക്കുന്നത്. അവൻ്റെ പണി സ്വർഗീയ സിയോനിലാണ്. അത് മരണത്തിനപ്പുറം കടപ്പാൻ കഴിയുന്ന ഒരു പണിയാണ്. തീ ശോധന ചെയ്താൽ സ്വർഗീയ സിയോനിലെ സഭ വെന്തു പോകുമോ? പണിയെക്കുറിച്ചുള്ള ഉത്സാഹം, അതായത് ഈ സത്യസഭയിൽ നാം ഓരോരുത്തരും ഈ പണി നടക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തിൽ ഉത്സാഹം, മനസ്സിന് താല്പര്യം. 5 ദിവസം പണിഞ്ഞാലും 50 വർഷം പണിഞ്ഞാലും നയാ പൈസ പ്രതിഫലമില്ലാത്ത ഒരു ജോലി, സ്വബോധം നഷ്ടപ്പെട്ടു പോകുമോ? 5 കൊല്ലം ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചു. ഓ സഹോദരി, 5 വർഷം ഒരു ജോലിയുണ്ട്, 5 വർഷമേ തരത്തുള്ളൂ, 5 വർഷം വരെ ജോലി ചെയ്യണം. ശരി, ശമ്പളമില്ല ഇല്ലേ? നിങ്ങൾ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നു. ഒരാൾ പറയുകയാണ്, സഹോദരി 1 വർഷത്തേക്ക് ഒരു ജോലി ഇന്ന സ്ഥാപനത്തിലുണ്ട്, നിങ്ങൾ പോകുന്നോ? അയ്യോ ഞാൻ പോകാം, പട്ടിണിയാണ്. സ്ഥാപനത്തിൽ ചെന്നു, ഇൻ്റർവ്യൂ നടത്തി, നിങ്ങളെ ജോലിയിലെടുത്തിരിക്കുന്നു. പിന്നെ ഒരു പേപ്പറും കൂടെ ഒപ്പിടണം. എന്താണ്? ഈ സ്ഥാപനത്തിൽ നിന്നും ഈ 1 വർഷം നിങ്ങൾക്ക് ശമ്പളം തരുന്നതല്ല, അതും കൂടെ ഒപ്പിടണം. ആ മുഖം പോകുന്ന പോക്ക്. അനേക ദേവദാസന്മാർ ഇങ്ങനെയാണ്, മുഖം പാടിയിരിക്കുകയാണ്. പാസ്റ്റേ വിശ്വസ്തനായി കർത്താവിൻ്റെ വേല ചെയ്തതാണ്. വടക്കേന്ത്യയിൽ 15 കൊല്ലം, മലബാറിൽ 8 കൊല്ലം, ട്രിവാൻഡ്രത്ത് 3 കൊല്ലം, തമിഴ്നാട്ടിൽ 2 കൊല്ലം, ഇപ്പോൾ വട്ടം ചുറ്റി പിതാവിൻ്റെ സ്ഥലത്ത് ഇവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. പാസ്റ്റേ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി, ഇത്ര നാൾ നീ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് നീ ഒന്നും സമ്പാദിച്ചില്ലേ, നിൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കിയില്ലേ, കള്ള എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. വടക്കേന്ത്യയിലേക്ക് പോകണോ, തമിഴ്നാട്ടിലേക്ക് പോകണോ, എനിക്കറിയത്തില്ല. കർത്താവ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എത്രയോ ദൈവാസന്മാർക്ക് വാഹനമുണ്ട്, വീടുകളുണ്ട്, എത്ര ദൈവാസന്മാരുടെ മക്കൾ നല്ല നിലയിൽ ആയിരിക്കുന്നു. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല. അവൻ പ്രവൃത്തി ചെയ്തു, ശമ്പളമില്ലാത്ത പ്രവൃത്തി. പക്ഷെ അവൻ്റെ പ്രതിഫലം സ്വർഗത്തിലാണെന്ന് ഒന്ന് കാണണമെങ്കിൽ കാഴ്ച വിടണം, ദൃശ്യമായതിനെ വിടണം. ദൃശ്യമായതിനെ വിടാതിരുന്നാൽ ആ ദൃശ്യമായതിലൂടെ മോഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പാപത്തെ പെറേണ്ടതിനെ ഗർഭം ധരിക്കും. മനസ്സിലായോ? ഇത് ഭയങ്കരമാണ് ഈ സാധനം. ഈ പാപത്തിൻ്റെ ആ കാഠിന്യത ഭയങ്കരമാണ്. അത് പ്രലോഭനങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി ഓരോ ദൈവപൈതലിനെ വശീകരിക്കുന്ന വിവരം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ അയ്യോ, വീട് വിട്ട് പുറത്തിറങ്ങാൻ പോലും നമുക്ക് ഭയം തോന്നും. അതുപോലത്തെ സാഹചര്യമാണ്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യും. അപ്പോൾ ആത്മാവ് നമുക്ക് നൽകുന്ന ഈ പണിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതിഫലം കിട്ടും? ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അവർ സ്വർഗീയമായത് ലക്ഷ്യമാക്കിയാണോ ചോദിച്ചത്, ഭൗമികമായത് ലക്ഷ്യമാക്കിയാണോ ചോദിച്ചത്? എന്തായാലും വള്ളവും മലവും എല്ലാം വിട്ട്, വീടും നാടും എല്ലാം വിട്ട് യേശുവിനെ പറയും, ഞങ്ങളിങ്ങനെ കുറച്ച് നാളായി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഭൂമിയിൽ അവർക്ക് എന്ത് കിട്ടുമെന്നാണ് അവർ ചോദിച്ചത്. മാത്രമല്ല അവരുടെ ഇടയിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങളിൽ ആരാണ് വലിയവൻ? യേശു പോയി കഴിഞ്ഞാൽ അടുത്ത ആരാണ് വലിയവൻ? ഞങ്ങളിൽ ആരാണ് വലിയവൻ? അവനോ ഇവനോ അവനോ? പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ടും യെരുശലേമിൽ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്തു വരവേ അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പൗലോസും വരുമായിരുന്നു. പൗലോസ് ജാതികടയിൽ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അച്ചാച്ചന്മാർക്ക് അത്ര പിടിക്കില്ല. ഞങ്ങൾ യേശുവിനെ കണ്ട് തൊട്ട് അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ നടന്ന കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യം നിനക്കങ്ങനെ പറഞ്ഞു തന്നു അല്ലേ? പത്രോസ് ചെയ്ത ശുശ്രൂഷ ആത്മാവിൻ്റെ സഹായത്താൽ
ചെയ്ത ശുശ്രൂഷ ആരംഭഘട്ടത്തിൽ അപ്പോസ്തലന്മാർക്ക്, യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പത്രോസ് ഒടുവിൽ പറഞ്ഞു, നമ്മുടെ സഹോദരനായ പൗലൂസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഗ്രഹിപ്പാൻ ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. കാരണം പുള്ളിക്ക് പോലും ഇത് കട്ടി, പത്രോസിനത് കട്ടിയായി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പിതാവായ ദൈവത്താൽ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയ പത്രോസ് പറയുകയാണ്, പൗലൂസ് പറയുന്ന വചനങ്ങൾ കട്ടിയാണ്. അപ്പോൾ പത്രോസിൻ്റെ ആത്മീയ വളർച്ച എവിടം വരെ എത്തി? അപ്പോൾ കാഴ്ചയാലും കൂടെയാണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ കണ്ടത് കേട്ടത് തൊട്ടത് ആരാഞ്ഞറിഞ്ഞതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. ഞങ്ങൾ കണ്ടത് കേട്ടത് ദൃശ്യമായതിൽ ആരംഭിച്ച് വെളിപ്പാടിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന വ്യവസ്ഥ. പൗലോസ് ദൃശ്യമായതിലല്ല, പൂർണ്ണമായും വെളിപ്പാടിലാണ്. അവനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് അടിച്ച് താഴെയിട്ട നിമിഷം മുതൽ, അവൻ്റെ ഹൃദയക്കണ്ണുകളെ തുറന്ന നാൾ മുതൽ അന്ന് വരെയും അവൻ വെളിച്ചത്തിലും വെളിപ്പാടിലുമാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇന്നു മുതൽ ഞാൻ ആരെയും അറിയുന്നില്ല, ജഡപ്രകാരം ആരെയും അറിയുന്നില്ല, യേശുവിനെയും അറിയുന്നില്ല. അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ വെളിപ്പാട്, വിശ്വാസത്തിൽ അധിഷ്ഠിതവും സ്വർഗീയമായ പ്രമാണത്തിൽ നിലനിൽക്കേണ്ട ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് ആദാമ്യ വ്യവസ്ഥകൾക്ക് മീതെ, ഭൗമിക വ്യവസ്ഥകൾക്ക് മീതെ, പൂർവകാല പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ നൽകിയ അരുളപ്പാടുകൾക്ക് മീതെ, ക്രൂശിൽ രക്തത്തിൽ പുതിയ നിയമമായി അടിസ്ഥാനമായിരിക്കുന്ന ക്രൂശിന്റെ വെളിപ്പാടിൽ ആരംഭിക്കുന്ന പണിയാണിത്. ഈ പണിക്ക് നാം വിധേയപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടിയില്ല എങ്കിൽ നമ്മൾ ഒത്തിരി പണി നടത്തും. മാട് പണിന്ന പോലെ പണിയും. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് 5:30-6 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ട് നമ്മൾ ഇവിടെ കുളിച്ച് റെഡിയായി ഒരുങ്ങി റെഡിയായി നമ്മൾ പരസ്യത്തിന് പോകും അല്ലേ? അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി 6 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഒരു 6 മുതൽ 7:30-7:45 വരെ ട്രാക്ട് കൊടുത്തിട്ട് 8 മണിക്ക് പണി സൈറ്റിൽ ചെന്ന് ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് തിരിച്ച് വന്ന് കുളിച്ച് റെഡിയായി വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായിട്ട് പള്ളി പ്രാർത്ഥനയ്ക്ക് പോകും. ഉറങ്ങിയിട്ട് നാളുകളായി, നന്നായി ഒന്ന് വിശ്രമിച്ചിരുന്ന നാളായി. പണിയാണ്, സ്വർഗീയമായ പണിയാണ്. കുഞ്ഞെ, നിങ്ങൾ ചെയ്യുന്ന ഈ പണി വെളിപ്പാടിനാൽ അല്ല എങ്കിൽ, കേവലം വചനം വായിച്ചറിഞ്ഞതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീ ശോധന കഴിക്കുമ്പോൾ ഇത് വെണ്ണീറാകും. എന്തൊരു വഞ്ചനയാണിത്! നമ്മൾ 8 മണിക്കൂർ 10 മണിക്കൂർ കഠിന ജോലി ചെയ്ത് ഉപയോഗത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് രാവിലെ 2 മണിക്കൂർ കർത്താവിന് വേണ്ടി, വൈകിട്ട് 2 മണിക്കൂർ കർത്താവിന് വേണ്ടി, ഞായറാഴ്ച ഫുൾ ഉപവാസ പ്രാർത്ഥന. എന്തെങ്കിലും പണി ഇല്ലെന്ന് പറഞ്ഞാൽ അന്ന് മൊത്തം ഉപവാസ പ്രാർത്ഥന. പിന്നെ 5-6 ദിവസം ലീവ് എടുത്ത് ഉപവാസ പ്രാർത്ഥന. അല്പം ദശാംശം എല്ലാം സ്വരൂപിച്ച് വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ. 5 മാസത്തെ 6 മാസത്തെ 1 വർഷത്തെ പൈസ, അല്പം പൈസ എനിക്കുള്ളതെന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു സുവിശേഷവും നടത്തുന്ന അവസ്ഥ. ഓർത്തുകൊള്ളൂ, കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. യൗവനകാലം മുഴുവനും രക്തം വേർപ്പാക്കി സത്യസഭയ്ക്ക് വേണ്ടി പണിഞ്ഞ പണി എന്ന് പറഞ്ഞിട്ട് യേശുവിനെ നമ്മളെ അറിയത്തില്ലെന്ന് വന്നാൽ നമുക്ക് പിച്ചിമ്പയും പറയാതിരിക്കാൻ പറ്റുമോ? അവിടെ കിടന്നു ദൃശ്യമായതല്ല, കാരണം അദൃശ്യമാണ്. ദൃശ്യമായ വെളിച്ചത്തിലും വെളിപ്പാടിലും ഈ ഭൂമിയിൽ ആർക്കും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിലല്ലാതെ ആർക്കും ആ പണി പൂർത്തീകരിക്കുവാനും കഴിയുമില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അറിവിലാണോ വെളിപ്പാടിനാലാണോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കാഴ്ചയിലാണോ വിശ്വാസത്താലാണോ? തീ ഇതിനെ ശോധന ചെയ്യും. സ്നാനപ്പെട്ട് ഇത്ര നാളായി നിങ്ങൾ ചെലുത്തി വരുന്ന സൽഗുണ പൂർത്തി ജീവിതം, പരോപകാര ജീവിതം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ ജീവിക്കുന്ന ജീവിതം, ഇതിലൊക്കെ നിങ്ങളെ അപമാനിച്ചും, ഞാൻ ആ സഹോദരി പോലെയല്ല, ആ സഹോദരി എന്തെങ്കിലും പറഞ്ഞു നോക്കണം, കാണാം, ആ വിഷയം സംബന്ധിച്ച് അവൾ എന്ത് പറഞ്ഞു, ഭാഷ എന്ത് പറഞ്ഞു, അവൾ എന്ത് പറഞ്ഞു, അങ്ങനെ എന്ത് പറഞ്ഞു അല്ലേ? ഭാഷക്കാരും പറഞ്ഞു, അവർ പറഞ്ഞായിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഇതാ ജഡമനുഷ്യൻ്റെ വാഞ്ച, അതറിയാൻ നിങ്ങളിലെ ആത്മമനുഷ്യൻ ഒരിക്കലും പറയില്ല ഭാഷേ അവരെന്ത് പറഞ്ഞു എന്നറിയണം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളിലെ ആത്മമനുഷ്യനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇതാണ് വഞ്ചന. ആത്മമനുഷ്യനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ദൃശ്യമായ വാക്കുകൾക്ക് പ്രസക്തി കൊടുക്കില്ല. ദൃശ്യമായതല്ല എൻ്റെ ജീവിതം, കാഴ്ചയാലല്ലോ എൻ്റെ ജീവിതം. വിശ്വാസവും അദൃശ്യവുമാണ് അല്ലേ? ചില ആൾക്കാരുടെ വാക്കിന് ഭയങ്കര മൂർച്ചയാണ്. ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, മുഖത്ത് ചിരി മാറത്തില്ല, ചിരിച്ചുകൊണ്ടാണ് കുത്തുന്നത്. ഭയങ്കരമാണ്. ഇത് നമ്മളിലെ ജഡമനുഷ്യൻ്റെ കർത്തൃത്വമാണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവർ പ്രാർത്ഥനയൊന്നുമില്ല, ചുമ്മാ എന്തൊന്ന് ഒരു പാത്രം വെച്ചാൽ വരത്തില്ല, എന്തെന്ന് പാസ്റ്റേ ആ സമയമാകുമ്പോൾ ഇവിടെ തല ഒന്ന് കാണിക്കും, എടുത്തോണ്ട് അങ്ങ് പോകും. ഇവിടെ ആരുടെ കാണിക്കാൻ വേണ്ടി വരുന്നതാണ്?
പിന്നെ ഇച്ചിരി നല്ല കാണാൻ ഭംഗിയുള്ള ഡ്രസ്സും കൂടെയാണ് ആ ചേച്ചി ചരിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ചേച്ചിയുടെ സ്വസ്ഥത പോയി. ഇവിടെ പള്ളിയിൽ ഇത് പാഷ ഷോ കാണിക്കാനോ അല്ലേ? എൻ്റെ കുഞ്ഞെ, നിങ്ങളുടെ ജീവിതം ജഡിക വ്യവസ്ഥയിലാണ്. നിങ്ങൾ കാഴ്ച വിട്ട് വെളിപ്പാടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു സഹോദരി സാരി എടുത്തുകൊണ്ട് വന്നാലും, അവർ പെങ്ക് സാരി എടുത്തുകൊണ്ട് വന്നാലും, കറുത്ത സാരി എടുത്തുകൊണ്ട് വന്നാലും, നിങ്ങൾ കാഴ്ചയാലല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പൊന്നി അദൃശ്യ മേഖലയിലാണ്. എന്നിട്ടോ ആ വരുന്ന വ്യക്തിയെ നിങ്ങൾ മറക്കും. ജഡപ്രകാരം ആ വ്യക്തിയെ മറന്നിട്ട് അവരുടെ ഉള്ളിൽ ഞരങ്ങുന്ന ആത്മാവുമായി ബന്ധം സ്ഥാപിച്ച് സത്യസഭ ചേർത്ത് പണിവൻ നിങ്ങൾ തയ്യാറാകും. ശക്തരായ നാം അശക്തരായവരുടെ ബലഹീനത താങ്ങണമെങ്കിൽ, അശക്തരായവർ ചെയ്തു കൂട്ടുന്ന ബലഹീന പ്രവൃത്തി നിങ്ങളെ കോപം ജലിപ്പിക്കുന്നുവെങ്കിൽ, അവരുടെ ആ ബലഹീനതയോട് നിങ്ങൾക്ക് എങ്ങനെ സഹതപ ചെയ്യാൻ കഴിയും? നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ബലഹീനതയാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ അവരുടെ ബലഹീനതയെ നിങ്ങൾ എങ്ങനെ താങ്ങും? ദൃശ്യമേഖല വിടണം പൊന്നെ. അതുകൊണ്ട് നാളുകൾ ഇനി അധികമില്ല, കാലങ്ങൾ വളരെ കുറവാണ്. ദൃശ്യമായതിൽ വിട്ട് വിശ്വാസത്തിലേക്ക്, കാഴ്ചയായതിൽ നിന്ന് വിട്ട് വെളിപ്പാടിലേക്ക്, അറിവിൽ നിന്നും സ്വർഗീയ പ്രകാശത്തിലേക്ക്. ഈ പണി നടത്തേണ്ടതിന് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ആകെ നമ്മൾ വേർത്തൊഴിച്ച് ആ പാസ്റ്റർ ഉണ്ടോ, എന്തോ ഒരു കഠിനമായി വേല ചെയ്യുന്ന ആളാണ് ഉണ്ടോ. അഥവാ തന്നെ അതിന് അയൽക്കാരെ ഈ തിരക്ക് കണ്ടില്ലെങ്കിൽ അവർ റെഡിയായിട്ട് പുറത്തോട്ട് വരും. അയൽക്കാരനെ കൊണ്ട് ചോദിപ്പിക്കും, പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഉടനെ പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണ്? ഞാനിപ്പോൾ മലബാറിലേക്ക് പോവുകയാണ്. പാസ്റ്റർ ഇപ്പം വന്നേ ഉള്ളൂ. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഇനി ഞാൻ തിരുനെൽവേലിക്ക് വേണ്ടി പോകുക. ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് വീട്ടിൽ കയറി ഡ്രസ്സ് മാറി കുളിച്ച് റെഡിയായി ആഹാരം കഴിക്കുന്ന അവസ്ഥ തന്നെ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അയൽവാസി അദ്ദേഹത്തെ കാണുകയാണ്. പാസ്റ്റർ എന്ന് വന്നു? ഞാൻ ഇന്നലെ രാത്രി വന്നു. ഇനിയിപ്പോൾ ഒരാഴ്ച കാണുമല്ലോ. ഇല്ല, രാവിലെ ഞാൻ ഡൽഹിക്ക് പോവുകയാണ്. ഇത് ഭയങ്കര അപകടമാണ്. ഈ ജഡമനുഷ്യൻ യവനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചവൻ്റെ തനി നിറം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്. ഈ ജഡമനുഷ്യനെ ഒതുക്കണം. യവനെ പ്രാർത്ഥിച്ച് അവൻ്റെ രാഗം മോഹങ്ങളോടുകൂടി അവനെ ദണ്ണിപ്പിച്ച് അവനെ അടിമയാക്കി അവനെ ഒതുക്കണം. ഇവൻ ഭയങ്കര വ്യാജ ആത്മാവാണ്. ഇവൻ ഭയങ്കര ഭക്തി കാണിക്കും. ആദാമിൻ്റെ ഭക്തിയെ കാണിക്കും. ആദാമിൽ ഒരു വിശുദ്ധ ജീവിതമുണ്ട്, ആദാമിൽ ഒരു നന്മയുണ്ട്, ആദാമിൽ ഒരു ആത്മീയതയുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ പ്രശ്നം മരണം വരെ ഉള്ളൂ. അതാണ് ഇത്. മരണത്തിൻ്റെ അപ്പുറം ഇതൊന്നും കടക്കത്തില്ല. വെണ്ണീറായി പോകും. അതാണ് പ്രശ്നം. താൽക്കാലികമാണിത്. നമ്മൾ താൽക്കാലികമായതിനായിട്ടല്ല, നിത്യമായതിന് വേണ്ടിയിട്ട് നമ്മളെ പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ ക്രൂശിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചതാണ്. ആ ക്രൂശിൻ്റെ രക്തത്തിൻ്റെ കഴുകലിൻ്റെ ആഴമേറിയ പരിജ്ഞാനം ഏറ്റുവാങ്ങി, ആ യാഥാർത്ഥ്യം വെളിച്ചത്തിലും വെളിപ്പാടിലും ഏറ്റുവാങ്ങി ദൈവം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്ന പൂർണ്ണതയിലേക്ക്, കം ടു ദ ഫുൾഫിൽനെസ്. ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാം. പൂർണ്ണതയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയുടെ ആ പൂർണ്ണതയിലേക്ക്? നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയുമായി ബന്ധപ്പെട്ട്, കർത്താവ് എനിക്ക് കഴിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം, അവിടുത്തെ കൃപ എനിക്ക് മതി. ആ താഴ്മയിൽ എത്രയോ പണിക്കാരെ വിളിക്കും, സാറേ എനിക്ക് ആ പണി അങ്ങനെ ചെയ്യാനുള്ള അറിവില്ല എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ താഴ്മ കണ്ടിട്ട് ആ വീട്ടുടമസ്ഥ എന്ത് പറയും? എടേ നീ പണി നിനക്കറിയാവുന്ന പോലെ പണിഞ്ഞാൽ മതി, നിനക്കറിയാവുന്ന പോലെ പണിഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ യജമാന് അവൻ്റെ എന്ത് കുറ്റവും സഹിക്കാൻ തയ്യാറാവും. എന്ത് അപാകത ഉണ്ടായാലും, സാറേ വെട്ടിയപ്പോൾ ആ മാവിൻ്റെ കൊമ്പൊന്ന് ഒടിഞ്ഞു പോവാ സാറേ, കാരണം നേരത്തെ പറഞ്ഞു എന്താ നിനക്ക് അറിയാവുന്ന പോലെ നീ പണി. താഴ്മയുടെയും സമർപ്പണത്തിൻ്റെയും ഫലം എന്താണ്? നമ്മൾ ദൈവം ഉണ്ടാകുന്ന സമർപ്പണപ്പോൾ കർത്താവ് എനിക്ക് കഴിയത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല അത് ചെയ്യാൻ, ഞാൻ ശ്രമിക്കാം, നോക്കാം, എനിക്ക് കൃപ നൽകിയാൽ മതി. ആ താഴ്മയോടുകൂടെ ആ കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഊനങ്ങൾ, വിടവുകളെ ചേർത്തു പണിയുവാൻ അവണ്ണം തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. മനസ്സിലായ പണി? അല്ലാതെ നമ്മളെല്ലാം പെർഫെക്റ്റ് കോൺട്രാക്ടർമാരായതുകൊണ്ടല്ല ഈ സത്യസഭയുടെ പണി നടക്കുന്നത്. ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നതുകൊണ്ടാണ്. ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് വചനത്തിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥ എന്താ? താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. കുഞ്ഞെ താഴ്മയുണ്ടോ? ദൈവം കൃപ നൽകും. ഊനമില്ലാതെ ആ പണി പൂർത്തീകരിപ്പാൻ. ആ പണി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഈ പണി ഞാനാണോ ചെയ്തത്? അല്ല, എന്നിൽ വസിക്കുന്ന ആത്മാവാണ് ഈ പണി ചെയ്തത്. കർത്താവ് ഒരു നന്മ നിനക്ക് തരുമ്പോൾ ദൈവമേ ഞാനല്ലല്ലോ ഇത് ചെയ്തത്, ഇത്രയും നന്മ എനിക്ക് തരാൻ ഞാനല്ലല്ലോ ഈ പണി ചെയ്തത്, അങ്ങ് തന്നെയല്ലേ ആത്മാവിൽ എന്നിൽ വസിച്ച് ചെയ്തത്.
അപ്പോൾ നമ്മൾ പിന്നെ ലഭിക്കുന്ന പ്രതിഫലം എന്തോന്നിൻ്റെ? നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് കൊടുക്കണമെങ്കിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ വസിക്കുന്ന കർത്താവിനാണ് ദൈവം ഫലം കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിഫലം തരികയാണ്. എന്തിനാ പറഞ്ഞാട്ടെ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമ്മളൊരു പണി ചെയ്തു, ദൈവത്തിൻ്റെ പണി ഇഷ്ടപ്പെട്ടു, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ പണിയുടെ പ്രതിഫലം തരികയാണ്. ഉടനെ നമ്മുടെ ക്രിസ്തുവിൻ്റെ സൗമ്യതയിൽ നാം പറയുകയാണ്, കർത്താവേ ഇത്രത്തോളം വരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹം എന്തെന്നുള്ളതൊക്കെ ദാവീദ് ചോദിച്ചില്ലേ? കർത്താവേ ഈ നന്മ വാങ്ങിക്കുവാൻ ഞാനൊന്നുമില്ല, അല്ല ഞാനല്ലല്ലോ ഈ പണി ചെയ്തത്, അങ്ങ് എന്നിൽ വസിച്ച് ആത്മാവല്ലേ ഈ പണി ചെയ്തത്, ഞാനോ പ്രയോജനമില്ലാത്ത ദാസൻ, ഒരു പ്രതിഫലം അർഹിക്കുന്ന പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അല്ല ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു പ്രവൃത്തി ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് തരുന്നത്? ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കൽപ്പിച്ച യേശുവിന് സഹായകമായി കുറ്റിച്ചിലിൽ നടത്തേണ്ട പണിക്ക് വേണ്ടി എൻ്റെ ക്രിസ്തുവിനെ ഞാൻ ഈ മന്ദിരത്തിൽ വഹിച്ചിട്ട് എവിടെയൊക്കെ യേശുവിന് പണിയണമോ അവിടെയെല്ലാം മനസ്സോടെ പ്രതിഫലം ചിന്തിക്കാതെ, ഒരു ഓൾ ഇന്ത്യ വർക്കറെ പോലെ പ്രതിഫലം ചോദിക്കാതെ ആ കർത്താവിനെ എവിടെയെല്ലാം പണിയണോ അവിടെയെല്ലാം ഈ കർത്താവിനെ വഹിച്ചുകൊണ്ട് ഞാൻ പോയ കാരണത്താൽ, പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, യേശുവിനെ വഹിച്ചു കൊണ്ടുപോയി. യേശുവിന് നിങ്ങൾ പാർക്കുന്ന ദേശത്ത് എവിടെയെങ്കിലും ഒരു പണി നടത്തണമെങ്കിൽ ആ യേശുവിന് നമ്മിലൂടെ മാത്രമേ ആ പണി ചെയ്യുവാൻ കഴിയൂ. അവന് ഭൂമിയിൽ ആയുധങ്ങൾ, അവയവങ്ങൾ ആവശ്യമാണ്, ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ് കർത്താവിന്. അത് വിശുദ്ധ പ്രജ രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ കർത്താവ് അവൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് അവനിലൂടെ കർത്താവ് ആ പണിയെല്ലാം ചെയ്യുകയാണ്. പണി ചെയ്യുന്നത് കർത്താവാണ്, പ്രതിഫലം വാങ്ങുന്നത് നമുക്ക്. കർത്താവിന് എന്തിൻ്റെ പ്രതിഫലം? അവൻ എല്ലാത്തിൻ്റെ അവകാശിയാക്കി വെച്ചിരിക്കുകയല്ലേ. കർത്താവിന് എന്തിൻ്റെ പ്രതിഫലം? അല്ല, കർത്താവിന് യേശുവിന് വേണ്ടി പിതാവായ ദൈവന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്നെടുത്ത് കൊടുക്കും? കർത്താവിനെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതിൽ നിന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും നിന്നും ഒരു പ്രതിഫലം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ടോ? ദൈവത്തിനുള്ളതെല്ലാം കർത്താവിന് അവകാശമാണ്. അപ്പോൾ പിന്നെ കർത്താവിന് ഈ ഭൂമിയിൽ ചെയ്തതിന് പ്രതിഫലം കർത്താവിന് ആവശ്യമില്ല. പിന്നെ നിങ്ങളാണ് എൻ്റെ കഷ്ടത്തിൽ എന്നോടുകൂടെ നടന്നവർ, എൻ്റെ ക്രൂശിൻ്റെ കഷ്ടത്തിന് എന്നോടുകൂടെ സാക്ഷികളായി തീർന്നവർ നിങ്ങളാണ്. നിങ്ങൾ ഇസ്രായേൽ 12 ഗോത്രങ്ങളെയും ഓരോ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കും. കൂടുതൽ പ്രതിഫലം കണ്ടോ? ഇന്ന് ഈ പകൽവേളയിൽ ആത്മാവ് നമ്മോട് പറയുമ്പോൾ സത്യസഭ എന്ന ദൈവിക വ്യവസ്ഥയിൽ നമ്മൾ നടക്കേണ്ട പണി ദൃശ്യമായതല്ല. നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ നാട്ടുകാരെ കേൾക്ക് ചെയ്യരുതേ. ക്രിസ്ത്യൻ മാസികൾക്ക് എടുത്ത് വായിച്ച് നോക്കിക്കേ, ഉപകാരം ചെയ്യുന്ന ലിസ്റ്റ് ഇല്ലേ? ടൈറ്റും സൂട്ടിട്ടും ഒക്കെയാണ് ഉപകാരം ചെയ്യുന്നത്. അവൻ്റെ ടൈം കൂടെ വിറ്റ് കൊടുത്തെങ്കിൽ അവർക്ക് ആട്ടക്കൂലി കിട്ടുമായിരുന്നു ഇല്ലേ? ആ പൈസ കൊടുക്കുമ്പോഴേ അതിൻ്റെ കൊടുക്കുന്നേ, ഇവൻ്റെ കഴുത്തെ കെട്ടിക്കുന്ന ടൈം കൂടെ ഒന്ന് ഊരി വിറ്റാൽ 250 രൂപ കിട്ടും. ആ സാധുവായവൻ 1000 രൂപ വാങ്ങിക്കാൻ വന്ന് ആട്ട പിടിച്ച് വന്നതിൻ്റെ വണ്ടി ആട്ടക്കൂലിയെങ്കിലും കൊടുക്കാം. അത് കൊടുക്കാൻ വേണ്ടി 1200 രൂപയ്ക്ക് 2 ഫ്ലവർ ട്രേസ് കൊണ്ട് വെച്ചിരിക്കുകയാണ് ആ വേദിയിൽ. പൈസ കൊടുത്ത് വാങ്ങിച്ചത് അലങ്കാരം. അതൊരെണ്ണം വിട്ടാൽ ഒരാഴ്ച ഒരുത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിയുക. സാധുവിൻ്റെ 500 രൂപ കൊടുക്കുന്നേ ധനസഹായം. 1200 കൊടുത്താണ് ഇവിടെ പൂച്ചട്ടി വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് ഈ വേദി അലങ്കരിക്കാൻ. നമ്മൾ മനുഷ്യൻ ജഡത്തിനുള്ളതിനായിട്ട് ചിന്തിക്കുന്നു, നമ്മളിലെ ആത്മമനുഷ്യൻ ആത്മാവിനുള്ളതിനായിട്ട് ജീവിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു പണി ചെയ്താൽ അവന് ഛേദം വരാം. എങ്ങനെ? അവൻ പുല്ല്, മരം, വൈക്കോല്, കല്ല്, സ്വർണം, വെള്ളി ഇതൊക്കെ കൊണ്ടാ പണിയുന്നേ. തീ ശോധന കഴിക്കും, തീ നിശ്ചയിക്കും ഏത് പണി നിലനിൽക്കണം. ഇന്ന് പകൽവേളയിൽ ഈ പണിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ മുൻപാകെ നമ്മൾ എന്തെങ്കിലും പണി നടത്തിയിട്ട് ആ സഹോദരൻ നല്ല പണി ചെയ്യുന്ന ആളാണ് എന്ന ഒരു പേര് നമുക്ക് കിട്ടിയാൽ നമുക്ക് പ്രതിഫലം കിട്ടിപ്പോയി. എന്നാൽ സ്വർഗീയമായ പ്രതിഫലമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മനുഷ്യൻ എന്തു പറയുന്നു എന്നതിനപ്പുറം മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം എന്ന ചിന്തയിലും ആകാതെ നിങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെളിപ്പാടിൻ്റെ സഹായത്താൽ ഗ്രഹിച്ച് ആ പണി വിശ്വസ്തയോടുകൂടെ പൂർത്തീകരിക്കുക. മറ്റുള്ളവരുടെ പഴിയാരല്ലേ എന്നെ ഏൽപ്പിച്ച് ഇതാണ്, നീ എങ്ങനെ നടന്നു കിട്ടും, അങ്ങനെ ചിലപ്പോൾ എല്ലാം കിട്ടും എന്നുള്ള ഭാവമൊന്നും കാണിക്കരുതേ. ബലഹീനരോട് ശക്തരായ നാം അശക്തരുടെ ബലഹീനതയിൽ താങ്ങണം, അവരെ ചേർത്ത് പിടിക്കണം. ഈ കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളെ നാവിനെ വളച്ച് ആവശ്യമില്ലാതെ കർത്താവിൻ്റെ അടി അയച്ചുവാൻ നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാനം ശമ്പളമില്ലാത്ത അവസ്ഥയാകരുത് കേട്ടോ. നിങ്ങൾ രക്തം വേർപ്പാക്കി കിടന്ന് കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ട്
ചില ആൾക്കാർ ഉപകാരം ചെയ്യും, പക്ഷെ പറയും ചെയ്യും. ഓ, കഷ്ടപ്പെട്ട് ഞാൻ 2 മണിക്കൂർ കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, ഒറ്റ ഒരെണ്ണം എത്തി നോക്കിയില്ല അല്ലേ? ഇവർ കഷ്ടപ്പെട്ട് ജോലി 2 മണിക്കൂർ 2.5 മണിക്കൂർ ജോലി ചെയ്യും, പക്ഷെ പറയുന്നത് എന്തുവാ? ജോലി ചെയ്തിട്ട് പറയും ഒരെണ്ണത്തിൻ്റെ കണ്ണി ചോരയില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ പള്ളിയാ, ദൈവമക്കൾക്ക് വേണ്ടി കഴിക്കുന്ന ആഹാരമില്ലേ, ഞാൻ കഴിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ അതിൽ കൂടി ഇങ്ങനെ അങ്ങ് പോയി. ഞാനിങ്ങനെ ഏറെ കണ്ടിട്ട് നോക്കി, ഞാൻ ഇവിടുത്തെ വേലക്കാരിയോ? നമ്മൾ ആരെ കഴിക്കാൻ സമ്മതിക്കത്തുമില്ല, നമ്മൾ കഴിയുകയും ചെയ്യും, പറയുകയും ചെയ്യും. പൊന്നെ, നായാ പൈസയുടെ പ്രതിഫലമില്ല. മിറ്റം തൂത്താലും പാത്രം കഴുകിയാലും നിങ്ങളുടെ പള്ളിയിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ എന്ത് ചെയ്താലും കുഞ്ഞെ, പ്രതിഫലം കൂടാതെ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ കടപ്പാടാണ്, എൻ്റെ യേശുവിനോടുള്ള സ്നേഹനിമിത്തമാണ്. എൻ്റെ യേശുവിനെ സ്വീകരിച്ച് എൻ്റെ യേശുവിനെ വഹിക്കുവാൻ പാത്രങ്ങളായി വന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാകുവാൻ. എൻ്റെ യേശുവിനെ ആരെല്ലാം സ്നേഹിച്ചുവോ അവരെല്ലാം ഞാൻ സ്നേഹിക്കും. മാത്രമല്ല, മറ്റുള്ളവർ എന്നേക്കാൾ എല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. ഞാൻ അവരുടെ പാത്രം കഴുകണം. എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, ഇതെൻ്റെ കടപ്പാടാണ്, എൻ്റെ പ്രിയനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ഇല്ലേ? ഈ കോണ്ടക്സ്റ്റ് അദൃശ്യമായ മേഖലകളിൽ സത്യസഭ പണിയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രയോജനമുള്ളതായിട്ടാണ്. പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്നതിന് പ്രയോജനം വേണ്ടേ? പ്രതിഫലം വേണ്ടേ? പ്രതിഫലം നമ്മൾ ഇച്ഛിക്കുന്നില്ല, പക്ഷേങ്കിൽ ദൈവം തരും. വിശ്വസ്തനാണ്. ഓ, ആ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ കൈകൊണ്ട് അധ്വാനിച്ചൊരു പ്രവൃത്തി ചെയ്യേണ്ട അടിസ്ഥാനത്തിലല്ല നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മുടെ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചു, അവന് തൻ്റെ വേല ചെയ്യുവാൻ അവൻ്റെ ഇച്ഛ എന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയും. ആ പണി യേശുവിന് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമ്മുടെ ദേശത്ത് നമ്മൾ യേശുവിനെ അനുവദിച്ചു. അവനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചു. കർത്താവെ, അങ്ങ് എന്നിൽ വസിച്ച് അങ്ങക്ക് ഇഷ്ടമുള്ള പണി ചെയ്താട്ടെ. കർത്താവിനെ വിളിച്ചു വരുത്തി ഉള്ളി കയറ്റി വെച്ചിട്ട് ഞായറാഴ്ച 1.5 മണിക്കൂർ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കി, കള്ളവും പറഞ്ഞ് പണം ഉണ്ടാക്കി ബിസിനസ്സും ചെയ്ത് അല്ല കർത്താവിനെ വെച്ച് വാഴിക്കാൻ ഞാൻ കർത്താവിനെ കൂടെ കള്ളം ചെയ്യിപ്പിക്കാൻ ഇല്ലേ? കർത്താവെ, ഒന്ന് കണ്ണടച്ചോണേ, ഞാൻ ഈ ഫയലിന് ഒപ്പിടട്ടെ, ഇച്ചിരി കള്ളത്തരം ഉണ്ടേ എങ്കിൽ 10-15,000 രൂപ കമ്മീഷൻ കിട്ടും. കർത്താവും കൂടെ മാറി നാട്ടെ അങ്ങോട്ട് തേങ്ങിക്ക്, ഞാനൊരു ഒപ്പിടിട്ട് തൂക്കിയെടുത്ത് കർത്താവ് താഴെ അടിച്ച് കളയും. കർത്താവിനെ വിളിച്ചു വരുത്തിട്ട് കള്ളം ചെയ്യിപ്പിക്കുന്നു. ഞാൻ അവരുടെ ഇടയിൽ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നു. കർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് നിൻ്റെ ജോലിയെങ്കിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് അശുദ്ധനായി തിരിച്ചയക്കുകയാണ്. നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവ് തരുന്നതിൽ നിങ്ങൾ തൃപ്തരാകുകയും കഠിന ശോധനകൾ ദൈവരാജ്യം സംബന്ധിച്ചിട്ടുള്ള പണിക്കായി വിധേയപ്പെടുത്തുകയും മനക്ലേശങ്ങളും കഷ്ടങ്ങളും ആദികളും വ്യാധികളും ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും എല്ലാം സത്യസഭ പണിയാനുള്ള ആയുധമാക്കി മാറ്റി. നമ്മുടെ ആയുധം അതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. നമ്മുടെ കഷ്ടതയാണ് നമ്മുടെ ആയുധം. സത്യസഭ പണിയാൻ നമ്മൾ അനുഭവിക്കുന്ന നെടുവീർപ്പാണ് നമ്മുടെ ആയുധം. നമ്മൾ അനുഭവിക്കുന്ന അപമാനമാണ് നമ്മുടെ ആയുധം. ഈ വിധം ഒരുവൻ കഷ്ടം നമുക്ക് മുമ്പേ സഹിച്ചു. ഈ വിധം കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ആ കഷ്ടത നമ്മുടെ ആയുധമാക്കി സത്യസഭ പണിയണം. അല്ലാതെ ഈ കഷ്ടത പിടിച്ചു വെച്ചിട്ട് 3 ദിവസം രൂപയിൽ ഉപസിച്ച് ആട്ടിപ്പാട്ടി തുപ്പിക്കളഞ്ഞ് പാസ്റ്ററെ വലിയ പോരാട്ടമായിരുന്നു പാസ്റ്ററെ 3 ദിവസം. എന്തായാലും ഞാനെൻ്റെ ഭാര്യ മക്കളും കൂടെ നിയോഗത്തിൽ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് എനിക്കറിയത്തില്ല അറിയാത്തൊരു ദൈവാസനം കൊണ്ട് നിയോഗത്താൽ ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു കൽപ്പന കൊടുത്തു. പിശാച് ഓടി പാസ്റ്ററെ, എൻ്റെ ആ ഞെരുക്കം അങ്ങ് മാറി പാസ്റ്ററെ. ഓ സ്തോത്രം! നമ്മുടെ ദൈവം ആരാണ് വലിയവൻ. ആരെ നിങ്ങൾ ഓടിച്ചത് ശാസിച്ച്? നിങ്ങളുടെ പ്രാണനും ഗുരുനാഥനുമായ കർത്താവിനെ അല്ലയോ നിങ്ങൾ ശാസിച്ച് ഓടിച്ചത്? നിങ്ങൾക്കത് കാണുവാൻ കണ്ണ് തുറക്കാതിരുന്നത് കൊണ്ടല്ലേ അത് സംഭവിച്ചത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ശാസിച്ചു കൊള്ളുവിനാണെന്നാണ് ഇരിക്കുന്നത്. അല്ല, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ഒരു കഷ്ടതയിൽ നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രാപിക്കേണ്ടത് അടിയന്തരമായിട്ടുണ്ട്. അടിയന്തരമായി സത്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ പണിയുടെ വ്യവസ്ഥ അത്യുന്നതമാണ്, അവഗാഹമാണ്, മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ മീതെയാണ്. വാക്കുകൾക്കും പ്രവൃത്തിക്കും അതീതമായി വെളിപ്പാടിൽ നിലനിൽക്കുന്ന ഒരു സ്വർഗീയ ക്രമമാണ് ഈ പണി. കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യമായ മേഖലയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ദൃശ്യമായതല്ല, കാഴ്ച വിട്ട് വിശ്വാസത്തിലേക്കും
അറിവ് വിട്ട് വെളിപ്പാടിലേക്കും ആത്മചൈതന്യത്തിലേക്കും പ്രവേശിക്കേണ്ടതിന് ആത്മാവ് നിങ്ങളെ ആഹ്വാനിക്കുകയാണ്. നിങ്ങളൊന്ന് സ്വയം ശോധനയ്ക്ക് വിധേയപ്പെട്ടുകൊള്ളുവിൻ. കർത്താവേ, ഞാൻ സ്നാനപ്പെട്ട നാൾ മുതൽ ഇന്നയോളം സത്യസഭ ഞാൻ പണിയുന്നുണ്ട്. എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്നതുപോലെയൊക്കെ വചനം പ്രമാണിപ്പാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വെളിപ്പാടിനാലാണോ അറിവിനാലാണോ? ഞാൻ അറിഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? എനിക്ക് വെളിപ്പെട്ട വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണോ? അയ്യോ, അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ക്രിസ്തുവിലേക്ക് വരികയില്ല. അത് എവിടെ പോയി നിൽക്കും? കൂടിപ്പോയ എരമാവിൻ്റെ അടുത്ത് പോയി നിൽക്കും, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് പോയി നിൽക്കും, അല്ലെങ്കിൽ കൂടിപ്പോയ ഏലിയാവിൻ്റെ അടുത്ത് പോയി നിൽക്കും. അവിടുന്ന് ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ അത് അറിവിനെ വെളിപ്പാടായി പരിവർത്തനം ചെയ്യിപ്പിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഈ നിർമ്മലമായ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഏഴയായ അടിയനെയും ശുദ്ധീകരിക്കണമേ. കേട്ട ഞങ്ങളുടെ മക്കളെയും വെടിപ്പാക്കണമേ. പ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ദൃശ്യമായതിൽ ഞങ്ങൾ ലക്ഷ്യമാക്കാതെ, താൽക്കാലികമായതിൽ ഞങ്ങൾ ആശ്രയിക്കാതെ, നിത്യസ്നേഹത്തിൻ്റെ സ്വർഗീയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങളെ ഹൃദയപൂർവ്വം അങ്ങയുടെ പാദവിടെ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ സ്വർഗീയ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യും. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ.